അഷ്റഫ് അബ്ബാസ്. എൻ്റെ പേര് അമീർ മുഹമ്മദ് ഷാജി. യൂത്ത് വിങ്ങിന്റെ ജില്ലാ പ്രസിഡന്റ് ഷംസു. ആഷ്മി ഹാരിസ് അമ്പായത്തോട്. ഞാൻ അബ്ബാസ്. മെക്സവൻ താമരശ്ശേരി യൂണിറ്റിന്റെ കൂട്ടയോട്ടം ഇന്നലെ സംഘടിപ്പിച്ചിരുന്നു ഞങ്ങൾ. അപ്പോ ഇത് താമരശ്ശേരി വെച്ച് താമരശ്ശേരി പരിപാടി നടത്തി, ഗംഭീരായിരുന്നു. ഹലോ, ജെസി താമരശ്ശേരി മൊനാർ. സംസാരിക്കാനുണ്ട്. രണ്ട് വാക്ക് സംസാരിക്കണം. സ്പോർട്സ് ആണ് നമ്മളുടെ ലഹരി. സ്പോർട്സ് ആണ് നമ്മളുടെ ലഹരി. നമ്മൾ എത്ര സ്പോർട്സ് കളിക്കുന്നുണ്ട് ഇപ്പോ? ഫുട്ബോൾ, വോളിബോൾ, വോളിബോൾ, ടെന്നീസ്, പിന്നെ ഷട്ടിൽ, ബാസ്കറ്റ് ബോൾ. നിനക്ക് ഏറ്റവും ഇഷ്ടം എന്താ മോനെ? എല്ലാരും കാൽപന്ത് കളിയാണോ? ഓക്കെ, എന്താ പേര് മോന്റെ? ഹാഫിൻ മുഹമ്മദ് പി.കെ, മുഹമ്മദ് മിലൻ മിയാന്താദ്, മുഹമ്മദ് സയാൻ കെ. നിങ്ങൾ കിടിലോ? പുലികള് വാ സാറേ, വീൽചെയറിലുള്ള ആളുകൾ സാറിനെ വെയിറ്റ് ചെയ്ത്. ഓക്കെ സാർ, അതിന്റെ ഒരു ഹരാർപ്പണം, ഒരു ഇതൊന്നും ചെയ്തോട്ടെ സാർ. എന്റെ പേര് മിശ്ര വാവാട്. ഞാൻ മുഹമ്മദ് പുളിക്ക് താമരശ്ശേരി. സാറിനെ കാണാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. കണ്ടല്ലോ, സാധിച്ചു. സാർ, ഇതൊന്ന് വെച്ചോട്ടെ സാർ. നമ്മളൊരു ക്യാമ്പയിൻ ഉണ്ട്, സിഗ്നേച്ചർ വേണ്ടിയിരുന്നു. താമരശ്ശേരി സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെ സിഗ്നേച്ചർ ഓക്കെ. നിങ്ങളുടെ സമയം നമുക്ക് അപ്പൊ നമ്മുടെ താമരശ്ശേരി കുറെ പ്രശ്നങ്ങൾ, പരാതികളൊക്കെ വരുന്നല്ലോ. താമരശ്ശേരി എങ്ങനെയാ ഇവിടുത്തെ ഒരു അവസ്ഥ? ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, നമ്മൾ കൺട്രോൾഡാണ്, അവസ്ഥ കൺട്രോൾഡാണ്. പിന്നെ ഈ ഡ്രഗ്സായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ യൂസേഴ്സിനെ, ഈ സെല്ലേഴ്സിനെ കുറെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഈ ഐഡന്റിഫൈ ചെയ്ത സെല്ലേഴ്സിന്റെ വീട്ടിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ റെയ്ഡ് നടത്തുന്നുണ്ട്. അതുകൂടാതെ ഇവിടെ പിന്നെ ജില്ലാ ലെവലിൽ ഒരു 500ഓളം പേര് പങ്കെടുത്ത ഒരു പരിപാടി DIG സാർ പങ്കെടുത്തിരുന്നു. അതിൽ കുറെ ബോധവൽക്കരണവും കാര്യങ്ങളും നടത്തിയിട്ടുണ്ട്. വാർഡ് ലെവലിലേക്ക് ഓരോ പോലീസുകാരെ അയച്ചിട്ട് പോലീസ് മീറ്റിങ്ങിലും ഈ ജാഗ്രതാ സദസ്സിലൊക്കെ പങ്കെടുത്ത് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൂടാണ്ട് തന്നെ ചുരം ഭാഗങ്ങളിൽ എല്ലാ ആഴ്ച തോറും ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന ബസ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ റെയ്ഡ്. കുറച്ച് ആളൊഴിഞ്ഞ മേഖലകളുണ്ട്. അതിനകത്ത് ചുരത്തിൽ ആളൊഴിഞ്ഞ മേഖലയുണ്ട്. അടിവാരം ചെക്ക് പോസ്റ്റ്, അവിടെ പോലീസിന്റെ പോസ്റ്റ് ഉണ്ട്. അവിടെ പോലീസുകാർ കണ്ടിന്യൂസ് ആയിട്ട് സെർച്ചും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പിന്നെ താമരശ്ശേരി പോലീസ് തന്നെ എല്ലാ ദിവസം പുലർച്ചെ സമയങ്ങളിൽ അവിടെ പോയിട്ട് ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന വണ്ടികളിൽ സെർച്ച് നടത്തുന്നുണ്ട്. ചില സമയങ്ങളിൽ റിസൾട്ട് ഉണ്ടാകുന്നുണ്ട്. ധാരാളം കേസുകൾ പിടിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ആ രീതിയിൽ കേരളം മുഴുവൻ ഇതിന്റെ അപകടം വ്യാപിച്ചു. വലിയൊരു പൊതുബോധം ഉണ്ടായിട്ടുണ്ട്, ഒരു പബ്ലിക്കിനെ കോൺഷ്യസ് ആണ്. അപ്പൊ ഈ സമയത്ത് കാര്യം ജനങ്ങൾ പിന്തുണകളുണ്ട്. ജനങ്ങൾ നന്നായിട്ട് പിന്തുണ. ഇപ്പൊ ജനങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്, ജനങ്ങൾ പറയുന്നുണ്ട്. ഇവർ മുത്തശ്ശിമാരെ പറയുന്നു ഇന്ന സ്ഥലത്തെ കക്ഷി കുഴപ്പക്കാരനാ. അപ്പൊ നിങ്ങളത് അത് ഓക്കെ വെൽ ഡൺ. എല്ലാ പോലീസിലും എക്സൈസിലും നമ്മുടെ ആത്മവിശ്വാസമുണ്ട്. പുതിയ ആളാണ് ഒരു ദിവസമായി തിരുവനന്തപുരം. എല്ലാം തകർത്തോളണം അല്ലേ? ഇവന്റെയൊക്കെ ഉറവിടങ്ങളിലൊക്കെ നമ്മള് കാര്യമുള്ളൂ. അത് മാക്സിമം നിങ്ങളുടെ സമയം. അപ്പൊ ഈ നമ്മുടെ ഈ പോയിന്റിലേക്ക് നമ്മൾ പോയി ജനങ്ങളൊക്കെ ഈ ചില കാര്യങ്ങളൊക്കെ പറയുന്നത് ഞങ്ങളെ ഭാഗത്ത് നല്ല രീതിയിലുള്ള സെർച്ചും കാര്യങ്ങളും എല്ലാം അല്ലെ, പൊതുജനവും നല്ല സപ്പോർട്ടാണ് ഇപ്പോഴും. അല്ല, ഇത് കേരളം മുഴുവൻ ഞങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട്. 14 ജില്ലയിൽ പോയി. നമ്മുടെ ആ വയനാടിന്റെ ബോർഡറിലുള്ള മൈസൂരിൽ നിന്ന് സാധനം വരുന്ന സ്ഥലം വരെ പോയി. അവിടെ എല്ലാം പോലീസ് വളരെ സജീവമായിട്ടുണ്ട്. അപ്പൊ ഈ മൊമെന്റോ ഒന്ന് നിലനിർത്തിയാൽ നമുക്കിത് ഒരു 3 മാസം കൊണ്ട് തളയ്ക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു. താമരശ്ശേരി താലൂക്ക് ഹോസ്പിറ്റലിന് വേണ്ടിയാണ്
അങ്ങനെ പോകുന്നത് ഇവിടെ ലഹരി തന്നെയാണ്. രണ്ടുപേര് ഹോസ്പിറ്റലിലേക്കാണ് ആദ്യം കയറി കൊണ്ടുവരാം. ഞങ്ങളുടെ കയ്യിലാണ് കൂടുതൽ എത്തിപ്പെടുന്നത്. കേസുകൾ വരുന്നത് ഞങ്ങൾ അതിലേക്ക് തന്നെയാണ്. അക്രമകാരികളൊക്കെ അവിടെ അഡ്മിറ്റ് ചെയ്യാറ്. അഡ്മിറ്റ് ഇല്ല, അത് ആവശ്യം ഉണ്ട്. ഈ താലൂക്ക് ആശുപത്രിയിൽ ഒരുപാട് വരുന്നുണ്ടോ? ഒരുപാട് വരുന്നുണ്ട്. ഈ ഏരിയയെ കുറിച്ച് കൂടിയിട്ടുണ്ടല്ലേ? കൂടിയിട്ടുണ്ട്. നമ്മളെ ശക്തമായി അല്ല, നമ്മൾ അതിശക്തമായിട്ട് നമ്മൾ കേരളം മുഴുവൻ നടന്നതല്ലേ? എന്താ വെയിലാണെന്നറിയോ? ഈ വെയിൽ നടന്നില്ലേ? താമരശ്ശേരി പഞ്ചായത്തിലെ വിവിധ മഹല്ലുകളുടെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൃത്യമായ ബോധവൽക്കരണം, കൃത്യമായ ചാർട്ടോട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ വിഭാഗം ആളുകളുടെയും കൂട്ടി മഹല്ല് കോർഡിനേഷന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ നടത്താൻ ആരംഭിച്ചു കഴിഞ്ഞു. കോർഡിനേഷൻ, വിദ്യാർത്ഥികൾക്കുള്ള ബോധവൽക്കരണം, രക്ഷിതാക്കളുടെ കൃത്യമായ പാരന്റിങ്, ഇതെല്ലാം നമ്മൾ കൃത്യമായ ഒരു പദ്ധതിയോടുകൂടി നടത്തിക്കൊണ്ടിരിക്കുക. അതിന്റെ പ്രൊജക്ട് പാട്ട് പാടണം. മാറണം 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 നമ്മളൊത്തു പാടുന്നു, സംഘശക്തി പാടുന്നു. അരുതരുത് മക്കളെ അരുതരുത്, ജീവിതം അതൊന്നു മാത്രം ഓർമ്മ വേണം മക്കളെ. ലഹരി എന്നാൽ മരണമെന്ന് ഓർമ്മ വേണം മക്കളെ. ഗംഭീരായി. ഇതെല്ലാം ഓർമ്മിക്കുമെന്ന്. എന്താ മോളുടെ പേര്? വഫ അഫീഫ. ഞാനിവിടെ പാടി എന്തിനാ? അത് ഉപ്പുകാരമാക്കാൻ വേണ്ടിയായിരുന്നു. വിജയന് മനസ്സിലല്ലേ? അവരെ നിർത്താൻ തുടങ്ങുവായിരുന്നു. കാലഘട്ടത്തിന് അനിവാര്യമായിട്ടുള്ള ഏറ്റവും നല്ലൊരു മുന്നേറ്റമാണ് സാറ് നടത്തിയത്. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. പേര് നാസർ. വൈകിട്ട് 4 മണിക്ക് കോഴിക്കോട് നമ്മള് ബീച്ച് വരണേ. അവിടെ വലിയ സംഭവം. നിങ്ങളെല്ലാം വന്നൊന്ന് പേടിച്ചു പോകണം ആൾക്കാര്. ഈ ലഹരിക്കാരന്മാരൊക്കെ സ്ഥലം വിടണം. സ്ത്രീകള്. വ്യാപാരി ജില്ലാ കമ്മിറ്റി ആൾക്കാർ, ജില്ലാ കമ്മിറ്റി. ഈ കേരളത്തിൽ ലഹരിക്കെതിരെയുള്ള വിഷയത്തിൽ ഏറ്റവും കൂടുതൽ വില കൊടുക്കേണ്ടി വന്നത് താമരശ്ശേരി ടൗൺ ആണ്. കാരണം താമരശ്ശേരി കച്ചവടക്കാർ ഈ ലെവലിൽ വല്ലാതെ പ്രയാസം അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ ഏതായാലും 24 ചാനലിന്റെ ഈ പോരാട്ടത്തിൽ കേരളത്തിലെ മുഴുവൻ വ്യാപാരികൾ ഒറ്റക്കെട്ടായി നിങ്ങളെ പിറകിൽ ഉണ്ടാവുന്നത് മാത്രം. ഉണ്ട് സാറേ. പക്ഷെ നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് ഇപ്പൊ തൊലിപ്പുറത്ത് മാത്രമുള്ള ചികിത്സ. നമ്മുടെ ഇന്ത്യയില് പോളിയോ ഒക്കെ നിർമ്മാർജ്ജനം ചെയ്തതുപോലെ ഈ ലഹരിയെ നിർമ്മാർജ്ജനം ചെയ്യാൻ സർക്കാരും ഉദ്യോഗസ്ഥരും ശ്രമിച്ചാൽ മാത്രമേ ഇത് വിജയപ്രദമാവൂ. ഈ ഒരു തൊലിപ്പുറത്തുള്ള ചികിത്സ നമ്മുടെ ലാസ്റ്റ് ഫൈറ്റ് ആയത്. താങ്ക് യു സർ. ഓക്കെ, അങ്ങനെ സപ്പോർട്ടിന് സന്തോഷം. താങ്ക് യു. ഓക്കെ, പാട്ട് പാടണം. ഇയാള് പാട്ട് പാടണം. വെറൈറ്റി പാട്ട്. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ വിഴി തുറക്കൂ. കഥനം കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ഗംഭീരമായി കേട്ടോ. സൂപ്പർ. അപ്പൊ നടക്കട്ടെ. വീഡിയോയിലല്ലേ ഇത്? വീഡിയോയിലല്ലേ? ഫോട്ടോ എടുത്തോ? ഒരു ഫോട്ടോ എടുക്കാം. എടുത്തോളൂ. ലൈവിൽ ഫോട്ടോ എടുത്തോണ്ടിരിക്കാ. എന്തോ ചൊല്ലാനുണ്ട് കവിത. ലഹരി ആണോ? കവിത ഇനി പോവോ? കവിത അതല്ലേ പ്രശ്നം. ഒറ്റ ലൈൻ. ലഹരി വിഭാഗത്തിന്റെ ജില്ലാ പ്രസിഡന്റാണ്. അങ്ങ് 40 വർഷം പൂർത്തിയാക്കിയാണ് യൂത്ത് വിങ്ങിന്റെ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂത്ത് വിങ്ങിന്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. അങ്ങ് ഇനിയും ഒരുപാട് കാലം ഈ ഷംസുദ്ദീൻ എളേറ്റില് ഒരുപാട് കാലം ഈ പ്രവർത്തന രംഗത്ത് മുന്നോട്ട് പോകാനും മാധ്യമ രംഗത്ത് മുന്നോട്ട് പോകാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു. ഓക്കെ. ലഹരി വിരുദ്ധ പ്രവർത്തനം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് ഈ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ലഹരിക്കെതിരെ ഒരുപാട് പ്രതിരോധം തീർത്തതിന്റെ പേരിൽ ഒരുപാട് കനത്ത വില നൽകേണ്ട ഒരു സംഘടന കൂടി. ഞങ്ങള് അക്രമത്തിന്റെ ആളുകളാണ്. ഇതിന്റെ മുമ്പ് വീടൊക്കെ കൈപ്പത്തി വെട്ടി കൊള്ളുകയൊക്കെ ചെയ്തു. ഇതൊക്കെ എവിടെ ഉള്ളവരാ ചെയ്യുന്നത്? താമരശ്ശേരി തന്നെ. അക്രമകാരികൾ കുറച്ചുണ്ടല്ലേ?
ഈയിടായിട്ട് കുറച്ച് കൂടുന്നുണ്ട്. കൂടിയാ അല്ല യുവരൊക്കെ പണി നിർത്തി പോകുന്നതല്ല കാരണം ആ രീതിയിലുള്ള പണി നിർത്തി പോകാനാണല്ലോ അധികാരി വർഗവും പൊതുജനവും ഒന്നിച്ച് നിൽക്കുകയാണ്. കാരണം ഇവർ ഉദ്ദേശിക്കുന്ന ലെവലിലുള്ള ഒരു അവസ്ഥയല്ല ഇപ്പൊ കേരളത്തിൽ. കേരളം മുഴുവൻ കൊടുങ്കാറ്റ് പോലെ വരിക, അവിടെ ഒരു ഇലയായിട്ട് പിടിച്ചേക്കാക്കുന്നില്ല, പറന്നു പോകും. അക്രമകാരികൾ സ്ഥലം എടുത്താണ് ഏറ്റവും നല്ലത്. പ്രതിരോധം തീർക്കന്നെ, കൊറോണനെ പ്രതികരിച്ച നാടല്ലേ, പ്രതിരോധം തീർക്കാം, അത്രേ ഉള്ളൂ. ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാമോ? ഗ്രൂപ്പ് സന്തോഷം. ലഹരിക്കെതിരെ പോരാണ് സാറിന് കൊണ്ട് ഞങ്ങൾ മരണം വരെ ഉണ്ടാവും. ഉണ്ടാവും. എന്തിനാ മരണത്തിന്റെ കാര്യം പറയും? നമ്മുടെ ജീവനോട് ഉണ്ടാവും. ഏറ്റവും കൂടുതൽ നമ്മുടെ ആൾക്കാർ ഈ തുടക്കം വളരെ സന്തോഷവും വിജയവും ഞങ്ങൾ ആശംസിക്കുന്നു. ഓക്കെ, ഞങ്ങളുടെ സംഘടനയിൽ ഞങ്ങളുടെ കൂട്ടായ്മ തന്നെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങളുടെ ജീവനക്കാർ ആരോ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഓക്കെ എല്ലാം ഓക്കെ അല്ലേ? വൈകിട്ട് നമ്മുടെ കടത്തീര് കോഴിക്കോട് കടപ്പുറത്ത് വരണം. നമുക്ക് ഇന്ന് പൊളിക്കണം കേട്ടോ. ഓക്കെ, സെൽഫി എടുക്കാം ഫോട്ടോ എടുക്കാം. ഓ സല്യൂട്ട് ആണോ? സന്തോഷം. താങ്ക് യു. ആ മോളെ എങ്ങോട്ടാ യാത്ര? ഇങ്ങോട്ട് വന്നതാ. അറിഞ്ഞോ ഇതിനെ കുറിച്ചൊക്കെ? എന്തോ അതിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങളെ വിശ്വസിന്? ഇത് നല്ലൊരു പരിപാടിയാണ്. എന്തായാലും എല്ലാവർക്കും ഒരു അവബോധം കിട്ടും ഇന്ന്. വൈകിട്ട് അങ്ങോട്ട് വരുമോ? കോഴിക്കോട് കടപ്പുറത്ത് നമ്മൾ ഒന്നിച്ചൊന്നായി പറയും. ഓക്കെ, നോ MDMA, നോ വയലൻസ്. ഈങ്ങാപ്പുഴ ഓട്ടോ ഡ്രൈവർ ശ്രീലത പുതുപ്പാടി. ഓട്ടോ ഡ്രൈവർ അതെ. കത്തായിക്കല്ലേ? പുതുപ്പാടി. ഓക്കെ, സന്തോഷം. സ്നേഹദിനം റെസിഡൻസ് അസോസിയേഷൻ വളർച്ചാല് സ്നേഹദിനം. ഓക്കെ, ലഹരിക്കെതിരെയും പരിപാടി ഉണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. ഓ സന്തോഷം.